നമസ്കാരം. സൗത്ത് ആഫ്രിക്കൻ പര്യടനം ഗംഭീരമായി അവസാനിപ്പിച്ച ഇന്ത്യൻ വിക്കറ്റ് കീപ്പറും മലയാളി താരവുമായ സഞ്ജു സാംസണെ വാനോളം പുകഴ്ത്തിയിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്കയുടെ മുൻ ബാറ്റിംഗ് ഇതിഹാസമായ എബി ഡിവില്ലിയേഴ്സ്. 4 T20കളുടെ പരമ്പരയിൽ സഞ്ജുവിന്റെ പ്രകടനം ഗംഭീരമായിരുന്നുവെന്നും അതിൽ താൻ ഏറെ സന്തോഷവാനാണെന്നുമാണ് സ്വന്തം യൂട്യൂബ് ചാനലിൽ മിസ്റ്റർ 360 പറഞ്ഞിരിക്കുന്നത്. മുൻനിര താരങ്ങളുടെ അഭാവമാണ് തുടർച്ചയായി 2 T20 പരമ്പരകളിൽ സഞ്ജുവിനെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറാക്കി മാറ്റിയത്. തനിക്ക് ലഭിച്ച ഈ അവസരം അദ്ദേഹം ശരിക്കും മുതലാക്കുകയും ചെയ്യുകയായിരുന്നു. സ്ഥിരം ഓപ്പണിംഗ് ജോഡികളായ ശുഭ്മാൻ ഗില്ലും യശസ്വി ജയ്സ്വാളും ടീമിന്റെ ഭാഗമല്ലാത്തത് കാരണം ഓപ്പണിംഗ് റോളും കേരള താരത്തെ തേടിയെത്തിയിരുന്നു. ബംഗ്ലാദേശ്, സൗത്ത് ആഫ്രിക്ക എന്നിവർക്കെതിരായ 2 പരമ്പരകളിലും അഭിഷേക് ശർമ്മയ്ക്കൊപ്പം സഞ്ജു ഓപ്പണറായി കളിക്കുകയും ചെയ്തു. എബി ഡിവില്ലിയേഴ്സുമായി വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് സഞ്ജു സാംസൺ. താൻ പലപ്പോഴും എബി ഡിയെ വിളിച്ച് സംസാരിക്കാറുണ്ട് എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. ഈ കാരണത്താൽ തന്നെ സഞ്ജുവിന്റെ സമീപകാല മിന്നും പ്രകടനങ്ങളിൽ എബി ഡി ഏറെ സന്തോഷവാനുമാണ്. യൂട്യൂബ് ചാനലിൽ സംസാരിക്കവേ ഇത് അദ്ദേഹത്തിന്റെ മുഖത്തും പ്രകടമായിരുന്നു. T20 പരമ്പരയിൽ ഇന്ത്യൻ ടീമിന്റെ പ്രകടനം ഉജ്ജ്വലമായിരുന്നു. സഞ്ജു സാംസണിനെ താൻ പ്രത്യേകം പരാമർശിക്കുകയാണ്. ഇന്ത്യൻ ടീമിനൊപ്പം നിങ്ങൾ ഇവിടേക്ക് വന്നതിന് അഭിനന്ദനങ്ങളെന്നും ഈ പരമ്പര ഏറെ ആസ്വദിച്ചതായും വിശ്വസിക്കുകയാണ്. T20 പരമ്പരയിൽ നേടിയ റൺസിന് അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് മിസ്റ്റർ 360. ഇത് സഞ്ജുവിനെ സംബന്ധിച്ച് എത്രമാത്രം വലുതാണെന്ന് തനിക്കറിയാം. അതുപോലെ തന്നെ വളരെയധികം കഠിനാധ്വാനം നടത്തിയാണ് സഞ്ജു ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് തനിക്കറിയാമെന്നും എബി ഡി വ്യക്തമാക്കുകയായിരുന്നു. ഇന്ത്യൻ ടീമിൽ എത്രമാത്രം വലിയ വിടവായിരുന്നു സഞ്ജു സാംസണ് എന്ന് തനിക്ക് അറിയാമായിരുന്നുവെന്നും എബി ഡിവില്ലിയേഴ്സ് പറയുകയായിരുന്നു. ടീമിലെ വലിയ വിടവാണ് സഞ്ജു ഇപ്പോൾ നികത്തിയിരിക്കുന്നത്. ഇപ്പോൾ നോക്കുക, സഞ്ജുവിന്റെ സമയം എത്തിയിരിക്കുകയാണ്. 2 സെഞ്ചുറികളാണ് T20 പരമ്പരയിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള മിന്നുന്ന പ്രകടനത്തോടെ ഇന്ത്യയുടെ തന്റെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ മാത്രമല്ല, അടുത്ത ക്യാപ്റ്റൻ റോളും സഞ്ജു ഭദ്രമാക്കിയതായാണ് കരുതപ്പെടുന്നതെന്നും ഡിവില്ലിയേഴ്സ് പറയുന്നു. ഈ ടീമിനെ മുന്നോട്ട് നയിക്കാൻ സഞ്ജുവിന് കഴിയും. ഇത് കാണുമ്പോൾ ഏറെ സന്തോഷം തോന്നുന്നതായും എബി ഡി കൂട്ടിച്ചേർക്കുകയായിരുന്നു. ബംഗ്ലാദേശുമായി നാട്ടിൽ നടന്ന 3 T20കളുടെ പരമ്പരയിൽ കസറിയതിനു ശേഷമാണ് സഞ്ജു സാംസൺ സൗത്ത് ആഫ്രിക്കയിലേക്ക് വിമാനം കയറിയത്. അവസാന മത്സരത്തിൽ കന്നി സെഞ്ചുറി കുറിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. 47 പന്തിൽ സഞ്ജു അടിച്ചെടുത്തത് 111 റൺസായിരുന്നു. 180 റൺസോടെ പരമ്പരയിലെ ടോപ്പ് സ്കോററായും മാറുകയായിരുന്നു. ഇതിനുശേഷം സൗത്ത് ആഫ്രിക്കയിലെത്തിയ അദ്ദേഹം അവിടെയും ഫോം തുടരുകയായിരുന്നു. ടീം അംഗമായ തിലക് വർമ്മ കഴിഞ്ഞാൽ പരമ്പരയിൽ കൂടുതൽ റൺസ് അടിച്ചെടുത്തത് സഞ്ജു ആയിരുന്നു. 4 മത്സരത്തിൽ നിന്നും 194.59 സ്ട്രൈക്ക് റേറ്റിൽ 216 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത്. ആദ്യ T20യിൽ 50 പന്തിൽ 107 റൺസ് നേടിയതോടെ T20യിൽ തുടർച്ചയായി 2 സെഞ്ചുറികൾ അടിച്ച ആദ്യ ഇന്ത്യൻ താരമായി അദ്ദേഹം മാറുകയായിരുന്നു. പക്ഷേ അടുത്ത 2 മത്സരങ്ങളിലും സഞ്ജു ഡെക്കായി മടങ്ങുകയായിരുന്നു. എന്നാൽ അവസാന T20യിൽ മറ്റൊരു തീപ്പൊരി സെഞ്ചുറിയുമായി സഞ്ജു തിരിച്ചു വരികയും 56 പന്തിൽ പുറത്താകുന്ന 109 റൺസും അദ്ദേഹം സ്കോർ ചെയ്യുകയും ചെയ്യുകയായിരുന്നു.